15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ നടത്തിപ്പ് പ്രതിസന്ധിയിൽ. ഇത്തവണത്തെ നാടകോത്സവം നീട്ടിവെക്കേണ്ടി വരുമെന്ന് കേരള സംഗീത നാടക അക്കാദമി. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഗ്രാന്റ് ഇൻ എയ്ഡ് ഫണ്ടും ലഭിക്കാത്തതാണ് തിരിച്ചടിയായത്. പ്രതിഷേധവുമായി നാടക പ്രവർത്തകർ രംഗത്തെത്തി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ നാടകത്തോട് അവഗണനയെന്നാണ് ആരോപണം. ഒരു തരത്തിലായാലും അത് മുടങ്ങിപ്പോകരുത്. അത് മുടങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളെ അവരെ മറന്നു പോകുക എന്നുള്ളതിൻ്റെ തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് തന്നെ ഈ നാടകോത്സവത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു പ്രാധാന്യം തിയേറ്ററിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത്. അതിനൊരു വഴി കാണണം, അതിൽ ഒഴിഞ്ഞു മാറലാവരുത്. മലയാളത്തിൻ്റെ സാംസ്കാരിക ഇടത്തിൻ്റെ ഒരു ലോകത്തിനുള്ളൊരു ഐക്കണായിട്ട് ഇറ്റ്ഫോക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും ഈ സംഗീത നാടക അക്കാദമിയുടെയോ കേരള ഗവൺമെൻറ്റിൻ്റെയോ ക്ഷണം സ്വീകരിക്കാതെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമാക്കാവാൻ വേണ്ടിയിട്ട് നിരവധി നാടക പ്രവർത്തകരും നാടകാസ്വാദകരും വരുന്ന ഒരു പരിപാടി കൂടിയാണ് ഇറ്റ്ഫോക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ആകമാനവും അതുപോലെ തന്നെ ലോകത്തിനും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐക്കണായിട്ട് തന്നെ ഇറ്റ്ഫോക്ക് കേരളത്തിൻ്റെ ഒരു നാടകരംഗത്തിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലേക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അത് നിന്നു പോകുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് കലാമണ്ഡലത്തിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്നത്. അതിനുശേഷം IFFK പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സാംസ്കാരികോത്സവമാണ് ഇറ്റ്ഫോക്കും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവെക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ഗൗതം, അത്തരത്തിൽ തന്നെയാണ്. കാരണം പദ്ധതിയേതര വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചതിലൂടെ ഒന്നിലധികം സ്ഥാപനങ്ങളാണ് ഇതിനോടകം തന്നെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരള കലാമണ്ഡലം, സാഹിത്യ അക്കാദമി, അതോടൊപ്പം തന്നെ സംഗീത നാടക അക്കാദമി തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ, സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ നേരിടുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് കേരള സംഗീത നാടക അക്കാദമി. കേരളത്തിൻ്റെയും കലാരംഗത്തിൻ്റെയും ഒക്കെ അഭിമാനമായിട്ടുള്ള അന്താരാഷ്ട്ര നാടകോത്സവം ഇത്തവണ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഇത്തവണത്തെ നാടകോത്സവം മുടങ്ങും എന്ന് സംഗീത നാടക അക്കാദമി അധ്യക്ഷന്മാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരും പറയുന്നില്ലെങ്കിലും ഇത്തവണ നീട്ടിവെക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള കരിവള്ളൂർ മുരളിയുമായ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണവും അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇത്തവണ നടക്കേണ്ടിയിരുന്നത് 15ാമത്തെ അന്താരാഷ്ട്ര നാടകോത്സവമാണ്. നമുക്കറിയാം, മഹാനായ മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന ചലച്ചിത്ര നടൻ മുരളി പ്രത്യേകമായി താല്പര്യം എടുത്തുകൊണ്ടാണ് കേരളത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ സർക്കാർ അനുകൂലിച്ചതോടുകൂടി 2008 മുതൽ തൃശ്ശൂർ കേന്ദ്രമാക്കി സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവം നടത്തി വരുന്നു. കോവിഡ് കാലത്ത് മാത്രമാണ് ഈ നാടകോത്സവത്തിന് ഒരു ഇടവേളയുണ്ടായത്. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും കൃത്യമായി നാടകോത്സവം നടത്തുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള കലാകാരന്മാർ കേരളത്തിലെത്തി, തൃശ്ശൂരിലെത്തി നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ഇത്തവണ അതിനെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്തുണ്ടെങ്കിൽ, മറ്റൊന്ന് പദ്ധതിയേതര വിഹിതത്തിനായി സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് കൊടുത്ത ഫണ്ട് ഇത്തവണ അനുവദിക്കാതിരിക്കുന്നതും വെട്ടിക്കുറച്ചതുമെല്ലാമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ സംഗീത നാടക അക്കാദമി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ജൂലൈയിൽ തന്നെ അന്താരാഷ്ട്ര നാടകോത്സവം നടത്തുന്നതിന് വേണ്ടി സർക്കാരിന് മുന്നിൽ നാടക അക്കാദമി അധികൃതർ റിക്വസ്റ്റ് വെച്ചിരുന്നതാണ്. 3 കോടി രൂപയുടെ റിക്വസ്റ്റാണ് വെച്ചിരുന്നത്. ഇത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ഈ സമയം വരെയും ഈ തുക സർക്കാരിൽ നിന്നും ഈ സംഗീത നാടക അക്കാദമിക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പദ്ധതിയേതര വിഹിതത്തിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു ഉത്തരവ് ഇറക്കിയതോടുകൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ട് വിനിയോഗിക്കുന്നത് തടഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇത്തവണത്തെ നാടകോത്സവം നടത്തുന്നതിന് അതിൻ്റെ എൻട്രികൾ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇൻവിറ്റേഷൻ ഇറക്കിയിരുന്നു. പക്ഷേ നവംബറോടുകൂടി വിദേശത്ത് നിന്നടക്കം നിരവധി നാടക സമിതികൾ ഇത്തരത്തിൽ നാടകം അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സംഗീത നാടക അക്കാദമിയെ അറിയിച്ചു. പക്ഷേ അതിൻ്റെ ഒരു സ്കൂട്ടണിയോ തെരഞ്ഞെടുപ്പോ ഈ സമയം വരെയും നവംബറിൽ പൂർത്തീകരിക്കേണ്ട ജോലികൾ ഇതുവരെയും നടത്താൻ അക്കാദമിക്ക് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തവണത്തെ നാടകോത്സവം നീട്ടിവെക്കേണ്ടി വരും എന്നുള്ള
ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ആശങ്ക തന്നെയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് അടുത്തിടപഴകുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കാനാവില്ലെങ്കിലും ഈ സമയം വരെയും ഇത്തവണത്തെ നാടകോത്സവം ലെവിൻ തുടരുക.